നമസ്കാരം. ഓപ്പറേഷൻ സിന്ധൂർ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ റഫാൽ യുദ്ധവിമാനം ഉപയോഗിച്ചപ്പോൾ ഇന്ത്യ വലിയൊരു തന്ത്രമൊരുക്കിയിരുന്നു. റഫാൽ യുദ്ധവിമാനങ്ങളുടെ വാലിൽ റഫാലിന്റേത് തത്തുല്യമായ സിഗ്നലുകൾ വിട്ടിരുന്ന വ്യാജ സംവിധാനത്തെ ഇന്ത്യ ഉപയോഗിച്ചിരുന്നു. ഇത് ഇന്ത്യയുടെ വലിയ ജീനിയസ് നീക്കം, അതായത് ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു. ഇപ്പോൾ യുഎസിലെ ഏവിയേഷൻ വിദഗ്ധനും യുഎസ് യുദ്ധ പൈലറ്റുമാരുമൊക്കെ റയാൻ ബോർഡ്ഹെർമേർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇക്കാര്യം. അതായത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ 3 റഫാൽ യുദ്ധവിമാനങ്ങളെ പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിതമായ J-10C വിമാനം ഉപയോഗിച്ച് മിസൈൽ ആക്രമണത്തിലൂടെ തകർത്തതായി ചൈനയും പാകിസ്ഥാനും അവകാശപ്പെട്ടിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ചൈനയുടെ യുദ്ധവിമാനത്തിൽ നിന്നും അയച്ച മിസൈലുകൾ തകർന്നത് ഇന്ത്യയുടെ ഒറിജിനൽ റഫാലിലല്ല, മറിച്ച് റഫാലിന്റെ വാലിൽ കെട്ടിയിരുന്ന റഫാലിന്റെ മായാരൂപമെന്ന് ഇന്ത്യ വെളിപ്പെടുത്തുകയാണ്. ഇത് ശരിയാണ് എന്ന് റയാൻ ബോർഡ്ഹെർമർ പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് വാലിൽ കെട്ടിയിരിക്കുന്ന റഫാലിന് തത്തുല്യമായ സിഗ്നലുകൾ പുറത്തുവിടുന്ന ഈ മായാരൂപം പ്രവർത്തിക്കുന്നത് എന്നുകൂടെ അറിയണ്ടേ? മായാരൂപം പ്രവർത്തിച്ചു എന്ന് അറിയാം. ഇത് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും അറിയാം. അതായത് റഫാൽ പറക്കുന്നതിനിടയിൽ പാകിസ്ഥാന്റെ റഡാറുകൾ ഉണ്ടെന്നിരിക്കെ ആ റഡാറിന് അരികിലെത്തിയാൽ ഒറിജിനൽ റഫാൽ യുദ്ധവിമാനത്തിന്റെ സിഗ്നലുകൾ അങ്ങ് ഓഫ് ആകും. പകരം എന്ത് ചെയ്യും? ഈ വാലിൽ കെട്ടിയ ഈ വ്യാജ സംവിധാനത്തിൽ നിന്നുമുള്ള സിഗ്നലുകൾ മാത്രമാണ് പുറത്തു പോരുന്നത്. അതോടെ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന ചൈനയുടെ റഡാറുകൾ തെറ്റായി നൽകിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചൈനയുടെ തന്നെ മിസൈലുകൾ വ്യാജ സംവിധാനത്തെയാണ് അടിച്ചത്. യഥാർത്ഥ വിമാനത്തെ അടിച്ചിട്ടിരുന്നു എങ്കിൽ ചൈനയുടെ ഉപഗ്രഹങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ ചിത്രങ്ങൾ പുറത്തുവിടാൻ സാധിക്കുമായിരുന്നു. ശത്രുവിന്റെ മിസൈലുകളെയും റഡാറുകളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ കഴിയുന്ന AI ഉപയോഗിച്ച് സൃഷ്ടിച്ച ഫൈബർ ഒപ്റ്റിക്കൽ അടിസ്ഥാനമാക്കിയുള്ള റഫാലിന്റെ ഇലക്ട്രോണിക് രൂപം മാത്രമാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് റഫാൽ വിമാനം. എക്സ്ഗാർഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്തായാലും AI ഉപയോഗിച്ച് സാധ്യമാക്കിയ കെട്ടിവലിക്കാവുന്ന ഫൈബർ ഒപ്റ്റിക്കൽ വിമാന രൂപമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് 30 കിലോഗ്രാം വരെ ഭാരം വരും. ഒറിജിനൽ റഫാൽ വിമാനത്തിന്റെ വാലിൽ നിന്നും ഏകദേശം 100 മീറ്റർ നീളമുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കെട്ടിയിടും. ഇതിൽ എക്സ്ഗാർഡ് എന്ന 30 കിലോഗ്രാം ഭാരമുള്ള ഉപകരണം ഘടിപ്പിക്കും. ഈ എക്സ്ഗാർഡിനെ AI പ്രാപ്തമാക്കുന്ന റഫാലിന് തത്തുല്യമായ സിഗ്നലുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. എന്നാൽ പാകിസ്ഥാന്റെ റഡാറുകളിൽ ഒറിജിനൽ റഫാൽ വിമാനത്തിന്റെ സിഗ്നലുകൾ ഓഫ് ആവുകയും ചെയ്യും. അതേസമയം റഫാൽ അതിന്റെ വാലിൽ കെട്ടിയിട്ടിരിക്കുന്ന 30 കിലോ ഭാരമുള്ള എക്സ്ഗാർഡിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോണിക് സിഗ്നലുകൾ സജീവമായിരിക്കും. ഈ സിഗ്നലുകൾ പിടിച്ചെടുക്കുന്ന പാകിസ്ഥാൻ റഡാറുകളുടെ നിർദ്ദേശപ്രകാരമാണ് പാകിസ്ഥാൻ മിസൈലുകൾ അയക്കുന്നത്. ഈ മിസൈലുകൾ അടിച്ച് താഴെയിട്ടത് ഒറിജിനൽ റഫാൽ യുദ്ധവിമാനത്തെ അല്ല, അതിന്റെ വാലിൽ പാകിസ്ഥാനെ ചതിക്കാനായി കെട്ടിയിട്ടിരുന്ന 30 കിലോഗ്രാം തൂക്കമുള്ള വ്യാജനായ എക്സ്ഗാർഡിനെ ആയിരുന്നു. റഫാലിന്റെ ഇലക്ട്രോണിക് യുദ്ധ സന്നാഹങ്ങളുടെ ഭാഗമായാണ് റഫാലിന്റെ വാലിൽ കെട്ടിയിരുന്ന AI പ്രാപ്തമാക്കിയ ഈ വ്യാജ ഇലക്ട്രോണിക് റഫാൽ ഇതുവരെയും പൈലറ്റായ റയാൻ ബോർഡ്ഹെർമർ ഇതേക്കുറിച്ച് പറഞ്ഞത്. എന്തായാലും പാകിസ്ഥാൻ അയച്ച മിസൈലുകൾ ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങളെ ഇടിച്ചിട്ടു എന്ന വാർത്തകൾ തെറ്റില്ല. പക്ഷേ പാകിസ്ഥാൻ അയച്ച ചൈനീസ് നിർമ്മിതമായ PL-15 മിസൈലുകൾ അടിച്ചിട്ടത് ഒറിജിനൽ റഫാലിന്റെ വാലിൽ കെട്ടിയിരുന്ന ഈ മായാരൂപമായ എക്സ്ഗാർഡിനെ ആയിരുന്നു. PL-15 മിസൈലുകൾ ഏറ്റ ഉടൻ തന്നെ തകർന്ന് താഴെ വീണ എക്സ്ഗാർഡാണ്, അല്ലാതെ യഥാർത്ഥത്തിലുള്ള റഫാൽ യുദ്ധവിമാനമല്ല. അതായത് പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത മിസൈൽ റഫാൽ തട്ടിയുള്ള ഇലക്ട്രോണിക്സ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയത് 3 റഫാൽ വിമാനങ്ങളെ വെടിവെച്ചിട്ടതായാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. പക്ഷേ ഇത് തികച്ചും തെറ്റാണ്. ഇക്കാര്യമാണ് ജെയിൻസ് ഡിഫൻസ് വീക്കിലി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യ ഇസ്രയേൽ സഹായത്തോടെ നടത്തിയ ഒരു മായാരൂപ പ്രയോഗത്തിൽ പാകിസ്ഥാൻ വീഴുകയായിരുന്നു എന്ന് യാഥാർത്ഥ്യം. ഇതേക്കുറിച്ച് പ്രതിരോധ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ മാസികയായ ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് വിങ്ങും വിശദമായ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. എന്തായാലും പാകിസ്ഥാന് ചതി പറ്റിയത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യ മായാരൂപം നിർമ്മിച്ച് അതിൽ വാലിൽ കെട്ടിയിരുന്ന സാധനത്തിൽ മാത്രമാണ് എന്ത് ചെയ്തു പാകിസ്ഥാന്റെ മിസൈലുകൾ വന്നു പതിച്ചത്. അവിടെയാണ് പാകിസ്ഥാന്റെ കണക്ക് പിഴച്ചത്.